Hello friends, welcome to 𝙑𝙤𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡിലൊരു ലിമിറ്റ്, ഒരു ടോട്ടൽ ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ലിമിറ്റ് നമുക്ക് ബാങ്ക് വരെ തരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 25,000 രൂപ, 50,000 രൂപ, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്കൊരു ലിമിറ്റ് തരും. അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ ഈ ലിമിറ്റിനാണ് നമുക്ക് മാക്സിമം എമൗണ്ട് ചിലവാക്കാൻ പറ്റുന്ന ഒരു. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ 50,000 രൂപ ലിമിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ 50,000 രൂപ ഉള്ള പോലെയാണ്. ആക്ച്വലി എന്ന് വെച്ചാൽ നമുക്ക് 50,000 രൂപയുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ 50,000 ഉള്ളിൽ അല്ലെങ്കിൽ 50,000 രൂപയുടെ സാധനങ്ങൾ എന്ത് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ആക്ച്വലി ഇതങ്ങനെയല്ല. ശരിക്കും ഇതിനൊരു ഓവർ ലിമിറ്റ് നമുക്ക് ബാങ്ക് തരുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കാർഡും പ്രൊഫൈലൊക്കെയാണ്. നമുക്ക് ചിലപ്പോൾ ഒരു എന്താ പറയുക 1% തൊട്ട് തന്നെ 10% എക്സ്ട്രാ വരെ നമുക്ക് ഈ ഓവർ ലിമിറ്റ് തരുന്നുണ്ട് ബാങ്ക്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 50,000 രൂപ നമുക്ക് ടോട്ടൽ ലിമിറ്റ് ഉള്ളത്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാസ്റ്റ് നമുക്കിപ്പോൾ ഉള്ളത് നമ്മളിപ്പോൾ ഒരു റീസെൻ്റായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ളത് 10,000 രൂപയുടെ ലിമിറ്റാണ് വിചാരിക്കുക. നമ്മൾ ആക്ച്വലി ആമസോണിൽ പോയിട്ടൊരു 11,000 രൂപയുടെ സാധനം ഓർഡർ ചെയ്യാൻ ശ്രമിച്ചു നമ്മുടെ കാർഡ് കൊണ്ട്. നോർമലി എന്താ വിചാരിക്കുന്നത്, നമ്മുടെ കയ്യിൽ 10 ഉള്ളൂ ബാലൻസ് ഉള്ളത്. പക്ഷേ അപ്പോൾ അത് നമ്മുടെ കാർഡിൽ നിന്ന് അത് കട്ടാവില്ല, നമ്മുടെ ട്രാൻസാക്ഷൻ ക്യാൻസൽ ആവും. പക്ഷേ അങ്ങനെയല്ല, ട്രാൻസാക്ഷൻ വർക്ക് എന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആവും. നമ്മുടെ ഓവർ ലിമിറ്റിൽ നിന്ന് ഇത് പിടിക്കും. അപ്പോൾ 10,000 നമ്മുടെ ഓവർ ലിമിറ്റിൽ നിന്ന് പിടിക്കും. പക്ഷേ ഈ ഓവർ ലിമിറ്റിന് ഈ ബാങ്കിൽ തരണേന് അവർ ചാർജ് എക്സ്ട്രാ പിടിക്കില്ല. എന്നുവെച്ചാൽ ഓവർ ലിമിറ്റ് ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓവർ ലിമിറ്റ് ചാർജ് നമ്മൾ ലേറ്റ് ഫീ ചാർജ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഓവർ ലിമിറ്റ് ചാർജ് എന്ന് പറയുന്നത് 600 രൂപ പ്ലസ് GST. അത് ഓരോ ബാങ്കിൻ്റെ ഡിപ്പെൻസ് ആണ്. ചിലത് 800 പ്ലസ് GST ഉണ്ട്, ചിലത് 1000 പ്ലസ് GST ഉണ്ട്. അപ്പോൾ നോർമലി എല്ലാം വരുന്നത് 600 പ്ലസ് GST ആണ്. അപ്പോൾ ഇത് പിടിക്കും. നമ്മുടെ പോരാത്തതിന് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് മൈനസ് ആയി പോകും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലിമിറ്റ് എപ്പോഴും ഒരു ഐഡിയ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ കറക്റ്റ് ലിമിറ്റിൻ്റെ മുകളിൽ നമുക്ക് ഇതൊന്ന് എടുക്കാൻ പറ്റും. പക്ഷേ അത് നമ്മുടെ നിന്ന് എക്സ്ട്രാ കാശ് പോകാനുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ബാങ്ക് ഈ ലേറ്റ് ഫീ ചാർജ് ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ സംഭവത്തിൽ നിന്നാണ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലത് നല്ല ലേറ്റ് ഫീ, ചിലത് നല്ല ഓവർ ലിമിറ്റ് ചാർജ് പിടിക്കില്ല. പ്രീമിയം കാർഡ് ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. നോർമൽ കാർഡ് വരുന്ന 600 600 വെറുതെ പോകണമെങ്കിൽ നമുക്ക് നഷ്ടം തന്നെയാണല്ലോ. നമ്മളത് അടുത്ത പ്രാവശ്യം ബില്ലടിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെയും ഓവർ ലിമിറ്റ് ചാർജ് പിടിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഇതുപോലെ ഒരു പണി കിട്ടി. നമ്മുടെ RBL കാർഡിൽ എന്താ പറയുക, നമ്മുടെ ഓവർ ലിമിറ്റ് ചാർജ് പിടിച്ചിട്ടുണ്ട് 600 രൂപ. നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയുക ട്രാൻസാക്ഷനിലേക്ക് അത് ആഡ് ആവും. ഞാൻ എന്തായാലും ഇവിടെ കാണിക്കാം. അത് നമ്മുടെ എന്താ പറയുക സ്ക്രീൻഷോട്ട് കാണിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആഡ് ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മൾ അറിയുന്ന പോലെ ചിലപ്പോൾ അറിയുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ലിമിറ്റിൻ്റെ ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ, എത്ര ലിമിറ്റൊന്നും അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഇത്ര അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എക്സ്ട്രാ നമുക്ക് നമ്മുടെ അടുത്ത വർഷം ബില്ലടക്കയിലേക്ക് നമ്മുടെ എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ആഡ് ആവും. അപ്പോൾ നമ്മളത് എക്സ്ട്രാ വേറെ കൊടുക്കേണ്ടി വരും. അത് പിന്നെ ശരിയായില്ലെങ്കിൽ അതിന് വേറെ എക്സ്ട്രാ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കും. അത് അടച്ചില്ലെങ്കിൽ എക്സ്ട്രാ ഇൻട്രസ്റ്റ് പിടിക്കും. അതിങ്ങനെ ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അതിന് ഇതുപോലെ എക്സ്ട്രാ കുറേ ചാർജുകളുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ആമസോണിൻ്റെ പേജ്, അതുപോലെ ആമസോണിൻ്റെ ഒരു സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങിയതാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടി എളുപ്പമാക്കാൻ ഒരു പരിപാടി ഇരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഹോം പേജ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ടോപ്പ് കാറ്റഗറി ആയിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും മൊബൈലിലേക്ക് പോയാൽ അത് എനിക്ക് വന്നിരിക്കുന്ന ഒരു സംഭവം എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരിക എന്ന് ഞാൻ ഒന്ന് കാണിച്ചാൽ. ആക്ച്വലി അപ്പം നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നേക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ കാണാൻ കണ്ടത് അവിടെ കേട്ടോ, ഓവർ ലിമിറ്റ് ഫീ 600. അപ്പോൾ ഇതാണ് സംഭവം. ഇങ്ങനെയാണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ജനറേറ്റ് ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിമിറ്റ് നോക്കാനും അതനുസരിച്ച് സെൻഡ് ചെയ്യാനും മറക്കണ്ട. അല്ലെങ്കിൽ ഇതിന് ആക്ച്വലി നമ്മളിത് പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിന് വേറെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരും കേട്ടോ. അതുപോലെ തന്നെ ഇത് ആഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത മാസം ഇത് നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ അടുത്ത മാസത്തിന് എക്സ്ട്രാ വേറെ ആഡ് ആയിട്ട് വരും കേട്ടോ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവരും, അതുപോലെ തന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ കാണാം.